ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും എതുവും വൈക്കം അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ തലോലപ്പറമ്പിലാണുള്ളത്. അപ്പോൾ ചെറിയൊരു മഴ ഉള്ളത് കൊണ്ട് നമ്മൾ ബസ്സിൽ പോകാമെന്ന് വെച്ചു. കാരണം അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. അതാണ് നമ്മുടെ വീട്. അങ്ങനെ അപ്പം തന്നെ ബസ് വന്നു. തൊട്ടടുത്ത് കാണുന്നത് മൂവാറ്റുപുഴ ആറാണ്. ഞാൻ ആക്ച്വലി വൈക്കം ക്ഷേത്രത്തിൽ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. അതും ഇതുമായിട്ടുള്ള കല്യാണം ഫിക്സ് ആയതിന് ശേഷം തന്നെയാണ് പോയത്. വിത്ത് ഫാമിലിയാണ് പോയത്. അപ്പോൾ ഞാൻ പല ക്ഷേത്രങ്ങളിൽ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കോട്ടയം ജില്ലയിലുള്ള ഒരു ക്ഷേത്രത്തിലും ഞാൻ പോയിട്ടില്ല. വൈക്കം ക്ഷേത്രത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് ഇത്ര അടുത്ത് തന്നെ വരാൻ പറ്റും എന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആംബിയൻസ് ആണ്. ഒന്നും പറയേണ്ടതില്ലല്ലോ, അത്രയും അടിപൊളി അമ്പലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും ഇതും കുറേ നേരം, ഒരു ഈവനിങ് ടൈമായിരുന്നു, കുറേ നേരം അമ്പലത്തിൽ നിന്നു. വിഗ്രഹമൊക്കെ കണ്ട്, വൈക്കത്തപ്പനെ കണ്ട് ഒത്തിരി നേരം തൊഴാൻ പറ്റി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈക്കം ബീച്ചും ബോട്ട് ജെട്ടിയും ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ്. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ നമ്മൾ നടന്നു പോവാണ്. ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതും ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു പാർക്കുണ്ടായിരുന്നു, അവിടെ കയറി. പക്ഷെ അവിടെ ആ ഒരു സമയം ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ നല്ല ആളൊക്കെ കാണും, വന്നിരിക്കാനൊക്കെ നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ബോട്ട് ജെട്ടി നമുക്ക് വേമ്പനാട്ട് കായലാണ്. രാത്രി ആയതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ജങ്കാർ സർവീസൊക്കെ ഉള്ള ഏരിയയാണ്. ഇതൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തരുവാണ്. എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി. കാരണം നമ്മൾ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ടീ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു സ്പോട്ടിൽ പോയി, KTDC തന്നെ. അവിടെ അപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മോഡലിൽ ഒരു സ്പേസ് കണ്ടു. അപ്പം അവിടെ കയറി നമ്മൾ ഒരു കോഫിയും ചിക്കൻ ഫിംഗർ ആൻഡ് എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ ഫിംഗർ, അത് രണ്ടും പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. നല്ല രസമായിട്ട് രണ്ടുപേരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു.